പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. നമ്മുടെ കേരളത്തിനകത്തു നിന്നും ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ അവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളൊക്കെ കാണുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുവായൊരു മാതൃകയായി തോന്നണം. പക്ഷേ നിർഭാഗ്യവശാൽ മൂന്നാറിൽ ഞാൻ 2 പൊതുവിദ്യാലയങ്ങൾ കണ്ടു. ആ പൊതുവിദ്യാലയങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇന്ന് കാണുന്ന സ്കൂളുകളുടെ ഒരു കെട്ടും മട്ടും കാണുന്നില്ല. ഒരു പഴയ ഒരു മുഖച്ഛായയിൽ തന്നെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് ഇവിടെ വന്നു പോകുന്ന ടൂറിസ്റ്റുകൾ, കേരളത്തിന് പുറത്തുനിന്ന് വന്നു പോകുന്ന ടൂറിസ്റ്റുകൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെ ഇരിക്കുമെന്ന് ധരിക്കാൻ ഇടയുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2024 ഒക്ടോബർ 8-ാം തീയതിയാണ്. കാരണം വർഷവും തീയതിയൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ തിരുവോണ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ 1-2 സുഹൃത്തുക്കൾ വന്നിട്ട് മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അടുത്ത കാലത്തായിട്ട് ദീർഘദൂര യാത്രകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ മൂന്നാറിൽ പോയി. കുറേ കാലമായിരുന്നു മൂന്നാറിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. രാത്രി പുലർച്ചെ അവിടെ എത്തി, റൂമെടുത്ത് കിടന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് മൂന്നാറിലെ ടൗണൊക്കെ ഒന്ന് പ്രഭാത സവാരി ചെയ്തു. നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് പോകുന്ന സമയത്ത് ഞാൻ മൂന്നാർ ടൗണിലുള്ള 2 സർക്കാർ സ്കൂളുകൾ കാണുകയുണ്ടായി. അപ്പോൾ സ്കൂളുകളായതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ശ്രദ്ധിച്ചു. ഒന്ന് മൂന്നാറിലെ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. മറ്റൊന്ന് UP സ്കൂളാണ്. വേണ്ടത് UPയോ LPയോ ആണ്. അത് ഇതിനകത്ത് എൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുമ്പോൾ അറിയാം ഞാനത് UPയോ LPയോ ആണ്. എന്തായാലും ഒരു പ്രൈമറി സ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒന്ന് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഹയർ സെക്കൻഡറി സ്കൂളൊന്ന് നിരീക്ഷിച്ചു. അപ്പോൾ അതിൽ ഈ ചിത്രമൊന്നും വളരെ കൃത്യമായിട്ട് മതിലിൻ്റെ പുറത്ത് നിന്നൊക്കെയാണ് എടുത്തത്. അതിനകത്തൊന്നും കയറാൻ പറ്റില്ല, മതിൽ ഗേറ്റൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തു നിന്നൊന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മൂന്നാറിലെ ഈ 2 സർക്കാർ സ്കൂളുകളും വളരെ പഴയ കെട്ടിടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷീറ്റൊക്കെ അടിച്ചിട്ട് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇട്ടാവട്ടത്ത് ഉള്ള 2 സ്കൂളുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഇന്ന് നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ പൊതുവെ നോക്കുമ്പോൾ എല്ലാ സ്കൂളുകളും നല്ല കെട്ടിടങ്ങളും മറ്റാധുനിക സൗകര്യങ്ങളും സ്ഥലവിസ്തൃതിയൊക്കെ ആവശ്യത്തിന് ഉള്ള സ്കൂളുകളാണ് ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ച് കെട്ടിടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇന്ന് മിക്ക സ്കൂളുകളും. കാരണം ഒരുപാട് ഫണ്ടൊക്കെ കൊടുത്തു നല്ല കെട്ടിടങ്ങളുമൊക്കെയാണ്. പക്ഷേ മൂന്നാറിലെ സ്കൂളുകൾ ഇപ്പോഴും ഒരു പഴയ ഒരു മുഖച്ഛായയോടുകൂടി ഇപ്പോഴും നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അവിടെ കുട്ടികൾ കുറവാണോ, അതിനി പാരിസ്ഥിതികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ടെമ്പററി രൂപത്തിലെങ്ങാണോ ഈ കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് രണ്ട് ടെറസ് കെട്ടിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു സെമി പെർമനൻ്റായിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി അവിടുത്തെ എന്തെങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാനീ കണ്ടത് അതുപോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായിട്ടെങ്ങനെ ബന്ധപ്പെട്ടാണെങ്കിൽ അതിൻ്റെ പരിമിതികളെങ്ങാനും കണക്കിലെടുത്താണ് അങ്ങനെയുള്ള കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു മാറ്റവും വരാതെ ആധുനിക രൂപത്തിലുള്ള കെട്ടിടങ്ങളൊന്നും അവിടെ വരാത്തതിൻ്റെ കാരണം അങ്ങനെ വല്ലതും ആണെങ്കിൽ ഓക്കെ. പക്ഷേ അതിൻ്റെ അടുത്തും പുറകിലും വശങ്ങളിലും ഒക്കെ തന്നെ ഉള്ള ഒരുപാട് മണിസൗധങ്ങൾ വേറെയുണ്ട്. ഹോട്ടലുകളും വൻ കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ കാരണം, മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തു നിന്ന് തന്നെ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുന്നത് ഞാനിതുപോലെ കണ്ടിട്ടുള്ളതിൽ ഇപ്പോൾ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് മൂന്നാറാണ് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലം. അപ്പം വളരെയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ മൂന്നാറിലെ ഈ 2 സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ
ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സർക്കാർ പള്ളിക്കൂടങ്ങളും ഇതുപോലെ ഇരിക്കുമെന്നൊരു ധാരണ അവരിൽ, ഒരു തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം മൂന്നാർ പോലെയുള്ള ഒരു പട്ടണത്തിലെ ഒരു വിനോദസഞ്ചാര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കെട്ടിലും മട്ടിലും ഇതുപോലെ പോരാന്ന് എനിക്ക് ഒരു തോന്നൽ. പിന്നെ അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആണ് എനിക്ക് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ വളരെ വലിയ ആധുനിക കെട്ടിടങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇത്രയും കാലമായിട്ടും വളരെ ചെറിയ സ്ഥല പരിമിതിക്കുള്ളിൽ വളരെ പഴയ ഒരു മുഖച്ഛായയോട് കൂടിയൊക്കെ കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം തോന്നി. കാരണം മൂന്നാറിലൊക്കെ വേറെ പല സ്വകാര്യ റെസിഡൻസ് സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഇതുപോലെ ആയിരിക്കില്ല, വളരെ മനോഹരമായിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതുപോലൊരു സ്ഥലത്ത്, മൂന്നാർ പോലുള്ളൊരു സ്ഥലത്ത് സ്കൂൾ കെട്ടിടമൊക്കെ, ഇപ്പോൾ സ്ഥലത്തിനൊക്കെ പരിമിതി ഉണ്ടായിരിക്കാം, എങ്കിലും ഇത്തരം ചെറുതെന്നുള്ളതല്ല, അത് ആധുനികവൽക്കരിക്കപ്പെടാത്ത ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് മതിയോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് എനിക്ക് ചിന്തിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഈ ഷെയർ ചെയ്യുന്നെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് കേരളത്തിലെ മറ്റ് സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പൊതുവിദ്യാലയങ്ങളുമായി, ഇപ്പോഴത്തെ പല പൊതുവിദ്യാലയങ്ങളുമായിട്ട് ഒരുപക്ഷെ ഇതുപോലെയുള്ള കെട്ടിടങ്ങളോടുകൂടിയിട്ടുള്ള പിന്നെ സ്കൂളുകളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ അടുത്ത് എനിക്ക് പരിചയമുള്ള പ്രദേശങ്ങളിൽ ഞാനിപ്പോൾ കാണുന്ന പല സ്ഥലങ്ങളിലും, നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാലും, പുറത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അല്പമൊക്കെ ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാലും കാണുന്ന സ്കൂളുകൾ എല്ലാം തന്നെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ കെട്ടിലും മട്ടിലും ഒക്കെ വളരെ പകിട്ടോടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു പകിട്ട് എനിക്കെന്തോ മൂന്നാറിലെ ആ സ്കൂളുകളിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപക്ഷേ നമ്മുടെ സർക്കാരിൻ്റെയോ മറ്റ് അധികൃതരുടെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് കൊണ്ടാണ്. എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം മൂന്നാർ പോലെയുള്ള വിനോദസഞ്ചാര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേടാണ്. അവിടുത്തെ സ്കൂൾ കെട്ടിടങ്ങളെന്നൊക്കെ പറയുമ്പോൾ, പൊതുവിദ്യാലയങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മോഡലായിരിക്കണം. കാരണം എന്തായാലും പറയുക, നാം വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ ഇതുപോലെ ഇരിക്കുമെന്ന് അവർക്ക് അവിടെ നിന്ന് കാണാൻ കഴിയണം. കാരണം ഈ വിനോദസഞ്ചാരത്തിന് വേണ്ടി വരുന്ന ആളുകൾ അധികം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പഴയ അവസ്ഥ, ഒട്ടും തന്നെ ആകർഷകമല്ലാത്ത രീതിയിലുള്ള കെട്ടിടങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള പൊതുവിദ്യാലയങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ആ തരത്തിൽ ആളുകൾ വിലയിരുത്താറുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. സാധാരണ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗികളൊക്കെയാണ് സാധാരണ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തു തരാറുള്ളത്. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി ഞാൻ ഇട്ടതാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അധികൃതർക്കോ അവിടെയുള്ള മൂന്നാറിലുള്ള പിന്നെ പൊതുപ്രവർത്തകർക്കോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ വെറുതെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് മൂന്നാറിൽ എന്ത് കാര്യമൊന്നും ചോദിച്ചിട്ട് കാര്യം, നമുക്കിങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അത് ഇങ്ങനെ പറയണമെന്ന് തോന്നി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി എന്നാൽ.